ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതാ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാ ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം പാനിലോട്ട് ഞാനിതിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, എന്നാൽ ഒരു ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എന്ന് വെച്ചാൽ നല്ല ഫ്ലെയിം കുറക്കണം, കാരണം ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് പൊടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് നമുക്കിതാ കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അരക്കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കാരമൽ ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഞാനല്ലെങ്കിലേ കാരമൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഇളക്കാതെയാണ് കാരമൽ ചെയ്യുന്നത്, കാരണം അതെല്ലാം സ്പൂണിലെല്ലാം ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാൻ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ധൈര്യമായിട്ട് ഇളക്കാം കേട്ടോ, കാരണം നമ്മളിതാ ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതെല്ലാം അലിഞ്ഞ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് 1 കപ്പ് പാലാണ് കേട്ടോ. 1 കപ്പ് പാലും ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാരമലെല്ലാം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കാരമലാക്കുമ്പോൾ കുറച്ച് കൂടെ കളറായിട്ട് കിട്ടിയാലും നമ്മളെ സ്നാക്ക് നല്ലൊരു കളറായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു പാലിങ്ങനെ തിളപ്പിക്കുമ്പോൾ അതൊന്ന് തിളച്ച് കുറുകി ഒന്ന് പകുതി ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടുണ്ടാൽ നമ്മുടെ ഈ ഒരു റെസിപ്പി ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അരക്കപ്പോഴും പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാലും പാൽപ്പൊടിയും മിക്സായ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെക്കേണ്ടത്, കാരണം ഇത് പെട്ടെന്ന് കുറുകി വറ്റി വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തത്. നമ്മൾ ഇത് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതുപോലെ നെയ്യ് ഇട്ട് ഒന്നും കൂടെ മിക്സാക്കി നമ്മളിതൊന്ന് വറ്റിച്ച് ആ പാനിൽ വിട്ട് വരുന്ന സമയം വരെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബദാമിൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബർഫീൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബർഫി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ലെവലാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ മതി. നമ്മളിത് ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബർഫിയെന്നും പേടാന്നും എന്തോ ആണെങ്കിൽ നമുക്ക് പറയാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബാക്കിയൊന്ന് ബ്രെഡ് കൊണ്ട് നമുക്ക് ഈസിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം അതിനായിട്ട് അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. 2 പീസോളം ബ്രെഡ് പാനിലേക്ക് ഇട്ട് നന്നായിട്ട് 2 ഭാഗത്തും ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡ് ഇതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. 2 ഭാഗത്തും നമുക്ക് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കണം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈഡും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹനാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഇതുപോലെ ചൂടാക്കിയെടുത്ത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ആക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കാൻ. അത് നല്ലോണം വലിച്ചു കുടിച്ച് അത് കുതിർന്ന് നിന്ന പോലെ ഉണ്ടാവണം. നമ്മുടെ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ.
കുറേശ്ശെ ഒഴിച്ച ശേഷം നമുക്ക് ഈ പാല് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്രെഡും ഈ ഒരു പാലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പാൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ബ്രെഡിലോട്ട് ഈ ഒരു അരക്കപ്പ് പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നല്ല സാവധാനം ഇതുപോലെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മിൽക്ക് മെയ്ഡ് അത് കുതിർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്പൂണോട് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത് ഇനി അടുത്തതായിട്ട് ഞാനിത് ഫ്രൂട്ട്സ് കൊണ്ടിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുള്ളതല്ല. നമുക്ക് അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയാണ് ആവശ്യം. അപ്പോൾ ഈ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമുക്ക് ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കൾക്കെല്ലാം സാൻഡ്വിച്ച് കഴിക്കാത്ത, ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പോൾ ഈ മാങ്ങ ഇതുപോലുള്ള ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, കുറച്ച് നീളത്തിലുള്ള തന്നെ. ഇനി ഞാനൊരു ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിലേക്ക് പറ്റുന്ന പോലത്തെ ഒരു ഫ്രൂട്ട്സ് എടുക്കണം. ഒരുപാട് പുളിയുള്ളത് എടുത്താലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കീവിയൊക്കെ ഓക്കെ ആവും, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാനിവിടെ 2 ടൈപ്പുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്, 2 ടേസ്റ്റുള്ള സാൻഡ്വിച്ച്. അപ്പോൾ ഇനി നമുക്ക് പഴമാണ് ആവശ്യം. പഴം ഇതുപോലെ കട്ട് ചെയ്യാം. നേന്ത്രപ്പഴമല്ല, ഇത് നമ്മൾ ഫിലിപ്പീനി പഴം എന്നൊക്കെ പറയുന്ന ആ ഒരു പഴമാണ്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിനായിട്ട് മെയിനായിട്ട് ആവശ്യം ക്രീമാണിത്. ഇതൊരു ഫ്രഷ് ക്രീമാണ്, നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം. അപ്പോൾ ഇതൊരു 1/4 കപ്പ് ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇതിന് സോൾട്ടില്ല, സ്വീറ്റില്ല, ഒന്നുമില്ലാത്തൊരു നല്ലൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീമിന് പകരമായിട്ട്, ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ചീസ് ഉപയോഗിക്കാം. എന്നിട്ടും ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ചീസ് ഇടും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാം. ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമ്മുടെ ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് കനത്തിൽ തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യേണ്ടത്. നല്ലോണം ലൈറ്റാക്കിയിട്ടല്ല, നല്ലൊരു കനത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് വെക്കുകയാണ്. അപ്പോൾ ആപ്പിള്, മാങ്ങ, പഴം, ഈ 3 ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഓരോ ലെയറായിട്ട് വേണം വെക്കാൻ. ഫ്രൂട്ട്സൊക്കെ വെച്ച ശേഷം നമുക്ക് വേറൊരു പീസ് ബ്രെഡിലും ഇതുപോലെ ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സാൻഡ്വിച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു രീതിയിലും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ കുറച്ച് ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു സ്വീറ്റായിട്ടുള്ളത് തന്നെയാണ്. മറ്റേത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സ്വീറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ മറ്റേ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് സ്വീറ്റായിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളത് മറ്റേ സാൻഡ്വിച്ച് തന്നെയാണ്, നമ്മുടെ ക്രീമായിട്ടുള്ള സാൻഡ്വിച്ച്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു രുചി വരുമ്പോൾ നമ്മൾ കേക്കെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് തരത്തിലും നമുക്കിത് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിനെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായി എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് റാപ്പിൽ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫ്രഷ് ക്രീം ഇട്ട് ഈ ഒരു സാൻഡ്വിച്ചും ഇതുപോലെ കവർ ചെയ്യാം. നല്ല ടൈറ്റായി കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ഒരു ലൂസ് പോലെ ആയിട്ടുണ്ടാവും. ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കാനും നമ്മുടെ ക്രീമെല്ലാം ഒലിഞ്ഞു പോലെ അല്ലാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്രീമിന് പകരമായിട്ട് ചീസ് ഉപയോഗിക്കാം. ചീസും ഹണിയും ഒക്കെ മിക്സാക്കി ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഫ്രൂട്ട്സും ക്രീമും ഒക്കെ ചേരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.